ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പേളിമണിയുടെ ഇൻ്റർവ്യൂ ആണ്. പ്രിയാമണിയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ അത് കണ്ട് തീർത്തിട്ടില്ല. അത് കുറച്ചും കൂടെ കാണുന്നുണ്ട്. പിന്നെ കാണാമെന്ന് വെച്ചിട്ട് ഞാൻ സാറിൻ്റെ മാരത്തോൺ റെക്കോർഡാണ് എനിക്ക് കാണാൻ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ അതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ക്ലിപ്പിൽ. ഞാൻ വിചാരിച്ചു സാറിൻ്റെ എല്ലാവിധ മാരത്തോൺസ് അറ്റൻഡ് ചെയ്യാമെന്ന്. ഞാൻ പ്രശാന്ത് സാറിൻ്റെ എല്ലാവിധ മാരത്തോൺസ് അറ്റൻഡ് ചെയ്താണ്. അതുപോലെ തന്നെ ദിഗ്രാജ് സാറിൻ്റെയും ചെയ്തതാണ്. അപ്പോൾ ഇതായിട്ടും എന്തായാലും മിസ് ചെയ്യണ്ട. പിന്നെ മാത്സിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലൊന്നാണ്. ആദ്യം എനിക്ക് സയൻസ് ആണെന്ന് തോന്നി, പക്ഷേ സയൻസിനെക്കാട്ടും കൂടുതൽ ഞാൻ വീക്ക് മാത്സിനാണ്. അപ്പോൾ മാത്സ് എന്തായാലും സാറിനെ തന്നെ ഫോളോ ചെയ്യാം. സാറിന് ലീക്കേഴ്സ് എന്നൊക്കെയാണല്ലോ ആൾക്കാർ പറയുന്നത്. അപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടെന്നൊക്കെ നമുക്ക് അനുഭവിച്ച് തന്നെ അറിയാം. അപ്പോൾ ഞാൻ സാറിൻ്റെ ട്രിഗ്നോമെട്രിയാണ് കേട്ടുകൊണ്ടിരുന്നത്. ട്രിഗ്നോമെട്രി എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് 2 എക്സസൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് നമ്മൾ 3rd എക്സസൈസിലേക്ക് കടക്കുമ്പോഴേക്കും മൊത്തത്തിൽ പോവും. അതാണ് പ്രശ്നം. 3rd എക്സസൈസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഫസ്റ്റ് 2 എക്സസൈസും അതിൻ്റെ ഒപ്പം നല്ല എക്സാമ്പിൾസും ഞാൻ ചെയ്തിട്ടുണ്ട്. 3rd എക്സസൈസിലേക്ക് വരുമ്പോൾ അതിന് മുമ്പുള്ള എക്സാമ്പിൾസൊക്കെ ഉണ്ടല്ലോ. അതായത് 2nd എക്സസൈസ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമ്പിൾസ് തൊട്ട് എക്സസൈസ് 8.3 അതെനിക്ക് അത്യാവശ്യം പാടാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ഇതെല്ലാം തൊട്ടിട്ട് കൂടിയില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ചാപ്റ്റേഴ്സ് തീർക്കണം എന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ പകുതിയോളം പോലും കേട്ടിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം റെക്കോർഡ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് കുറച്ച് ആൻഷ്യസ് ആയിരുന്നു, എന്താകും എന്നുള്ളൊരിതിൽ. കാരണം സയൻസ് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ബാക്കി സബ്ജക്ട്സൊക്കെ വലിയ കുഴപ്പമില്ല. എനിക്ക് സാൻസ്ക്രിറ്റാണ് ഉള്ളതിൽ പാടായിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് മാത്സിന് നല്ല മാർക്ക് വാങ്ങണം. എന്നാലും എൻ്റെ ബെസ്റ്റ് ഓഫ് 5 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് വരുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ എനിക്ക് വരും എന്ന് ഉറപ്പുണ്ട്. സാൻസ്ക്രിറ്റോ പോയി. അപ്പോൾ നമുക്ക് മാത്സിന് പിടിക്കണം. AI എന്തായാലും കിട്ടും. അപ്പോൾ മാത്സിന് കുറച്ചും കൂടെ ഇതാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ മാത്സ് ഞാൻ വീണ്ടും ഇരുന്ന് പഠിക്കുന്നത്. എനിക്കറിയില്ല മാത്സ് എന്താകും. നല്ല പേടിയുണ്ട്. മാത്സ് കാണാൻ കുളമായി പോകുമെന്നുള്ള പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇനി ഞാൻ എന്തായാലും ഷൗട്ട് ഔട്ട്സിൻ്റെ കാര്യം പറയാം. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഷൗട്ട് ഔട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരും പ്രോപ്പർ ചാനലും കാണിച്ചിട്ടാണ് ഫുൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്കും ഷൗട്ട് ഔട്ട്സ് വേണമെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യുക. ഈ വീഡിയോയിൽ വരുന്ന 2 കമൻറ്റ് അടുത്ത വീഡിയോയിലേക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷൗട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിച്ചിട്ട് ഏതാണോ എനിക്ക് ഇഷ്ടപ്പെടുന്ന അധികം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതും കൂടെ നാളെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ വരുന്ന കമൻറ്റ്സും പിന്നെ അല്ലാണ്ടുള്ള കുറച്ച് സ്പെഷ്യൽ കമൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീഡിയോയിൽ കൊളാബ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ കാണുക. പിന്നെ ഷൗട്ട് ഔട്ടിൻ്റെ ആരും മറക്കരുത്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ എപ്പോൾ തൊട്ടാണ് കാണാൻ തുടങ്ങിയത്, അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യുക. നമുക്കിതെല്ലാം നോക്കാം. പിന്നെ ഞാൻ ഈ ഒരു ടൈമിലാണ് എടുത്ത് നോക്കിയത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പം കമൻറ്റ്സൊക്കെ കണ്ടിട്ട് പറയുക ഒത്തിരി സന്തോഷമായി. ഞാൻ അവരുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിച്ചു നോക്കുന്നതും കൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരാളുടെ അടുത്തു നിന്നാണ്. 37 കമൻറ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഞാൻ 88 വീഡിയോസും കണ്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ലോങ് വീഡിയോ തന്നെ കുറവാണ്. അതിനകത്താണ് ഇത്രയും കമൻറ്റ് വന്നിരിക്കുന്നത്. ഞാൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഇതിനകത്ത് വേറെ കൊടുത്തിരിക്കുന്ന പേര് അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ പേര് പറയാത്തത്. അപ്പോൾ അടുത്ത കമൻറ്റ് വന്നിട്ട് ഇതാണ്. 35 കമൻറ്റാട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഇതിനകത്ത് ഞാൻ ഈ പേര് വായിക്കുകയാണെങ്കിൽ വേറെ വല്ല ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും വായിക്കാത്തത്. ഐ എം സോ സോറി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഞാൻ ഈ 2 ചാനലിലും കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. കാരണം എനിക്കറിയാം നിങ്ങൾ എപ്പോൾ തൊട്ടാണ് എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്ര സപ്പോർട്ട് ചെയ്തതിന്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 600 എത്രയൊക്കെ ആയപ്പോൾ തൊട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. താങ്ക് യു സോ മച്ച്. ഇനി പറയാൻ പോകുന്നത് ഞാനോട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് കൊളാബറേഷൻ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്നെ ഫസ്റ്റ് കൊളാബറേഷൻ ഇത്രയും സ്മൂത്തായിട്ടും ഇത്രയും നന്നായിട്ടും ചെയ്യാൻ പറ്റിയത് ഇവൾ കാരണമാണ്.
എൽസ കാരണമാണ് എൻ്റെ ലൈക്ക് ഫസ്റ്റ് കൊളാബറേഷൻ മര്യാദയ്ക്ക് നടന്നത്. ഞാൻ ഈ ഐഡിയ ഒക്കെ പറഞ്ഞപ്പോഴേക്കും ഫുൾ സപ്പോർട്ടായിട്ട് നിന്നതാണ്. ലൈക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ട്, അവൾ എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ലൈക്ക് ആ വീഡിയോ വന്നതും. ആൻഡ് എനിക്കറിയത്തില്ല എങ്ങനെ പറയണ്ടേന്ന്. അവൾ കാരണമാണ് പിന്നെ ആദ്യമായിട്ടും കൂടെ എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റിയതും. പിന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനൽ വരാൻ കൂടെ കാരണം എൽസയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് നിൻ്റെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത ആൾ വന്നിട്ട് ഹാദിയാണ്. ഓഫ് കോഴ്സ് അവളായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ലൈക്ക് കൊളാബറേഷൻ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ലൈക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടെലിഗ്രാമിൽ കോൺടാക്റ്റ് ഉണ്ട്. സോ ഈ ഷോർട്ട് ഔട്ടിൻ്റെ ഐഡിയ പോലും തന്നത് ഇവളാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഗൈസ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദീസ് 2 ചാനൽസ്. ഇവർ രണ്ടും കൂടെ കാരണമാണ് ഞാൻ കൊളാബറേഷൻ ചെയ്യാൻ കാരണം. പിന്നെ എൻ്റെ കൊളാബറേഷൻ വീഡിയോസ് അത്യാവശ്യം വ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവർ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ തരുന്നതാണ്. ഈവൻ ഞാൻ വീഡിയോ എടുക്കാൻ മടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയും. കാരണം എന്നെപ്പോലെ 10th ഗ്രേഡേഴ്സാണ് ഇവരും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എടുത്തുകൂടാ എന്നുള്ളൊരിതുണ്ട്. അത് മാത്രമല്ല ഇവർ ബിഗിനേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ ബൈ.